കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചർച്ച നടത്തി. മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച നടത്തിയത്. ഈ വാർത്തയുടെ താഴെ വന്ന കുറെ കമന്റുകൾ, അതായത് നമ്മുടെ കുഴി കിടക്കുന്ന അപ്പൂപ്പന്മാരെ വരെ തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകളാവുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ രാഹുൽ അനുകൂലികളുടെ ഒരു സംസ്കാരം എന്താണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഏതൊരു ചാനലാണെങ്കിലും ഏതൊരു യൂട്യൂബ് ചാനലാണെങ്കിലും എന്താണെങ്കിലും ഏതൊരു മീഡിയ ആണെങ്കിലും നമ്മൾ പലരും ആരെയും തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അവർ ചില തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ്. ഒരു വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പോൾ സർക്കാരിനെതിരെ ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നു. ആ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളെപ്പോഴും ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നത്? തിരുത്തലിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സാധനം തെറ്റാണെങ്കിൽ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഏതൊരു മാധ്യമത്തിൻ്റെയും ഒരു കടമ. അതുകൊണ്ടാണല്ലോ ഫോർത്ത് പില്ലർ എന്ന് മീഡിയാസിനെ വിളിക്കുന്നത്. അപ്പം അത് മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്, അങ്ങനെയാണ്. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണുകയും ആ വാർത്ത ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നവരെ മോശമായി പുലഭ്യം പറയുകയും ചെയ്യുന്നത് അത് അവരവരുടെ ഒരു സംസ്കാരത്തെയും അവരുടെ അസഹിഷ്ണുതാപരമായ അവരുടെ മനോഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, പുള്ളി നേതാവാണോ എന്ന് ചോദിച്ചാൽ നേതാവ് ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പാർട്ടിയിലെ തലമുതിർന്നവർ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനെ പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കോൺഗ്രസ് നേതാവ് എന്നൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് സാങ്കേതികമായി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ഡാഷ്മോൻ, പിന്നെ ഏത് ഡാഷ്മോനാണ് ഈ മുഖ്യമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കയറി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ ഡാഷ്മോൻ എന്ന് വിളിക്കുക. വേണമെങ്കിൽ രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രി വിളിച്ചതനുസരിച്ച് ചോദിക്കാം, വേണമെന്നുണ്ടെങ്കിൽ രേവന്ത് റെഡ്ഡിയെ അങ്ങനെയല്ലേ വിശേഷിപ്പിച്ചത് പിന്നെ എന്ന് പറയുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാം. കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തിലെ സംവിധാനങ്ങളെ, കേരളത്തിലെ രീതികളെ പാടെ വിമർശിക്കുകയും അല്ലെങ്കിൽ പുറത്തു നിന്നെത്തിയ ഒരു മുഖ്യമന്ത്രി പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ഈ പറയുന്ന രേവന്ത് റെഡ്ഡി സ്വീകരിച്ചിട്ടുണ്ടോ? രേവന്ത് റെഡ്ഡി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ചൊറിയുമല്ലായിരുന്നു, മുഖ്യമന്ത്രിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വിളമ്പി പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയിരുന്നു രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിക്ക് മര്യാദയ്ക്ക് പ്രസംഗിച്ചിട്ട് പോയാൽ മതി. ഇതേ രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ എന്താ സംഭവം? തെലങ്കാനയിലെല്ലാം പൂവണിഞ്ഞ് കിടക്കുകയാണോ? അല്ലല്ലോ. അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായെന്നേ. ആ രേവന്ത് റെഡ്ഡിയാണ് ഇവിടെ എല്ലാ മാസവും ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന, സർക്കാർ ജീവനക്കാരുള്ള എല്ലാ മാസവും പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരുള്ള ഒരു പ്രദേശത്ത് വന്നിരുന്നുകൊണ്ട് കുറ്റം പറയുക. അങ്ങനെ രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയതാ. നമ്മുടെ കേരളത്തിലെ മലയാളം പത്രത്തിനകത്തേക്ക് രേവന്ത് റെഡ്ഡിയുടെ പരസ്യം അയച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്നാണ് വിചാരിച്ചത്? ഇതിനു വേണ്ടി തന്നെയല്ലേ? കോടിക്കണക്കിന് രൂപ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി 3-4 കോടി രൂപ വീതം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ രീതിയിൽ രേവന്ത് റെഡ്ഡിക്ക് വലിയ ബൂസ്റ്റപ്പ് കേരളത്തിൽ കൊടുക്കാൻ വേണ്ട. ഇതുപോലെ നിങ്ങളുടെ സംസ്ഥാനവും കേരളവും രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാന പോലെയായി മാറും എന്ന് തോന്നിക്കാൻ വേണ്ട. അപ്പം ഇവിടെ വന്നിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞു, മുഖ്യമന്ത്രി തിരിച്ചു പറഞ്ഞു. ഇത് എന്ത് പ്രൊവോക്കേഷൻ്റെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ കയറി ഡാഷ് മോൻ എന്ന് വിളിച്ചത്? എന്ത് പ്രൊവോക്കേഷനാണ്? മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടാണോ? കറണ്ട് കട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രൊവിഷനുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ചില്ല? കേരളത്തിൽ ഇവിടെ ഈ സവിശേഷമായ സാഹചര്യം, കഴിഞ്ഞ തവണ ഉണ്ടാകാത്ത സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ AC വാങ്ങുന്ന ഒരാൾ കഴിഞ്ഞ തവണ 25 പേര് AC മേടിച്ചു എന്ന് വിചാരിക്കുക 2025 ഏപ്രിൽ മാസത്തിൽ. എന്നാൽ ഇത്തവണ വീണ്ടും ഒരു 50 പേർ കൂടി വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പം മൊത്തം 75 പേരുടെ AC ഉപയോഗമായി. കഴിഞ്ഞ തവണ മേടിച്ച് 25 പേരെ നമ്മൾ ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല. കാര്യം ഓൾറെഡി അവർ മേടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം മേടിക്കുമ്പോൾ അടുത്ത വർഷം 100 പേര് മേടിക്കാമെന്ന് വെച്ചാൽ അപ്പോഴും 175 AC നമ്മുടെ കേരളത്തിൽ. ഇത് മനസ്സിലാക്കണം. ഇത് മൂലം എന്ത് സംഭവിക്കുന്നു? ഇതിനെക്കുറിച്ച് KSEBയുടെ വിശദീകരണം എപ്പോഴെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു? എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? മുഖ്യമന്ത്രി അവിടെ പോയിട്ട് ഓഫ് ചെയ്യുന്നതാണോ? അന്വേഷിച്ചോ? അന്വേഷിക്കാതെ, യാതൊരു തരത്തിലും അന്വേഷിക്കാതെ ഈ രീതിയിൽ മുഖ്യമന്ത്രിയെ ഡാഷ്മോൻ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ പ്രതികരിക്കുമ്പോൾ അതിനടിയിൽ വന്ന് അമാന്യമായ രീതിയിൽ
അതായത് തെറിയഭിഷേകം നടത്തുക എന്ന് പറഞ്ഞാൽ അതവരുടെ ക്വാളിറ്റിയാണ് നമ്മൾ വിളിച്ചു പോകുന്നത്. അതായത് കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്ന പൊതു രീതിയിലേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരുമെന്നേ. ഇന്ന് കേരളത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ ഇടയിൽ മാന്യമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ കോൺഗ്രസ്സുകാർക്കിടയിൽ കാണുന്നുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പിന് ആദ്യം പറഞ്ഞ എന്താ 24 മണിക്കൂർ, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് 24 മണിക്കൂറിനകത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞ വി ഡി സതീശന് കിട്ടിയ ഏറ്റവും കനപ്പെട്ട അഴിയല്ലായിരുന്നോ? എത്ര നാള് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. ഒരാൾ നിരന്തരം ഇവിടെ പോയി വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഡൽഹിയിൽ കെ സുധാകരൻ. ഇനിയിപ്പം ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് എത്ര പേര് ഇനി ഡൽഹിക്ക് നിരന്തര യാത്ര നടത്തും? ഇതെല്ലാം എവിടെ സംഭവിക്കുന്ന കാര്യമോ? ഇതെല്ലാം കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടത്തിലുള്ളവരെ വേണം തിരിഞ്ഞ് ഈ ഭാഷ വിളിക്കാൻ. നമ്മളുടെ കമൻറ്റുമായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കൂ. കാര്യം രാഹുൽ രമേശ് ചെന്നിത്തല സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് വരെ പരസ്യം കൊടുക്കുന്നു. ഒരാൾ സ്വന്തം നിലയ്ക്ക് തന്നെ പുസ്തകം ഇറക്കുന്നുണ്ട്, ഒരാൾ സ്വന്തം നിലയ്ക്ക് പ്രസംഗങ്ങളുടെ പുസ്തകം ഇറക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പരസ്പരം നമ്മൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇടുന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുന്നത്, OMKV എന്ന് വരെ വിളിക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന CPM-കാരല്ല. കാരണം ആ CPM-കാരൻ ഒരിക്കലും VD സതീശൻ ലവ് ഇടത്തില്ല. അപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർ, സൈബർ നേതാക്കന്മാർ തന്നെയാണ് ഈ രമേശ് ചെന്നിത്തലയെ OMKV എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ അവരുടെ സംസ്കാരം. സ്വന്തം നേതാക്കളുടെ നേരെ പോലും മര്യാദയ്ക്ക് സംസാരിക്കാനോ ആ നേതാക്കളെ പോലും സഹിഷ്ണുതയോടുകൂടി കാണാനോ ശേഷിയില്ലാത്തവരായി ഈ പറഞ്ഞ സൈബർ കൂട്ടം അധപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ. അതാണ് വസ്തുതാപരമായ ഒരു കാര്യം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അല്ലെങ്കിൽ രാഹുലിനോടൊപ്പം നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ടാവും. ഇവരെല്ലാം കൂടെ കൂട്ടമായി പണം മുടക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല PR കമ്പനികൾക്കും പണം മുടക്കിക്കൊണ്ട് ഇയാളെ ഇങ്ങനെ ആക്കണം, ഈ രീതിയിൽ കൊണ്ടുവരണം, അവർക്ക് വേണ്ടി PR വർക്കുകൾ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ ഒരു കമ്പനിക്ക് കൊടുത്തതിൻ്റെ ഡീറ്റെയിലും ഓഡിയോ റെക്കോർഡിങ് അധികം പുറത്തേക്ക് വന്നതല്ലേ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിരുന്നു കൊണ്ട് നടത്തുന്ന, ഇവരെല്ലാം കൂടി ഇത്തരത്തിലുള്ള കുറേ ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇടുന്ന വീഡിയോസ് കാണുന്ന നമ്മുടെ കേരളത്തിലുള്ളവരല്ല. അതിന് ലൈക്ക് ചെയ്യുകയും കെയറിങ് സ്മൈലി ഇടുകയും ചെയ്യുന്നത് ഇവിടെ ഉള്ളവരൊന്നും അല്ല. അവരെല്ലാം പുറത്തുള്ളവരാ. ഫിലിപ്പീനികളുണ്ട്, അതിനകത്ത് ഈ പറയുന്ന തായ്ലാൻഡുകാരുണ്ട്, ഇങ്ങനെ ഈ പറയുന്ന വിദേശത്തുള്ള ചൈനീസുകാരുണ്ട്. ഇവരൊക്കെയാണ് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുകയും കാണുകയും ചെയ്യുന്നത്. ഇവർക്ക് ഈ മലയാളം പറയുന്ന വല്ലതും പിടിയിട്ടു? വയനാടെന്ന് പറഞ്ഞ് ഇവർക്ക് വല്ല പിടിയുണ്ടോ? ഈ പറയുന്ന തൈവാൻകാർക്കും ഒക്കെ അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവരോട് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ ചെയ്യുന്നു. കൃത്യമായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻസ് കൊടുക്കണം. ആ റിയാക്ഷൻസ് അവർ ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പം അതിന് പക്ഷേ തെറി പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തെറി പറയുക. പക്ഷേ നമുക്കറിയാം VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എടുത്തതിന് ശേഷം ഇവിടെ കേരളത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. കേരളത്തിൽ VD സതീശനെതിരായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്ന കഥകൾ എന്തൊക്കെയാണെന്നറിയാമോ? ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി തന്നെ പ്രവർത്തിച്ചു, സതീശനെ ഇല്ലാതാക്കാൻ വേണ്ടി. ഇപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സതീശൻ എന്ന് പറയുന്ന ഒരാൾ പറവൂരിൽ എങ്ങനെ എത്തി? അദ്ദേഹത്തിൻ്റെ വീട് തൃപ്പൂണിത്തുറ ഭാഗത്ത് എവിടെയാണ്. പറവൂർ എങ്ങനെ എത്തി? പറവൂർ നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ്? അദ്ദേഹം എങ്ങനെയാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്? സൈക്കിളിലാണോ ലാംബട്ര സ്കൂട്ടറിലാണോ എന്നതടക്കം. ആ ലാംബട്ര സ്കൂട്ടർ പോലും വേറൊരാളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതാണ് എന്ന് വരെ പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടിരുത്തിക്കൊണ്ട് ഈ മാധ്യമങ്ങളെ വരെ വിലക്കെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ച കാര്യങ്ങൾ എത്തിച്ചിട്ട് ലോകത്തേക്കും വെച്ച് ഏറ്റവും നീചനായ വ്യക്തിയായി VD സതീശനെ മുദ്ര കുത്തിയതും ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. ഇതിനെല്ലാം ഇവർക്ക് പങ്കുണ്ടെന്നേ. ഇവർക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് പങ്കുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് അകത്ത് പോയിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാതെ അകത്ത് തന്നെ ഇരിക്കുന്നതിന് കാരണം എന്താ? ഇത് നമ്മൾ പറഞ്ഞു വിട്ട കാരണങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും CPM-കാരൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ രാഹുൽ നീ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനോട്? ഇല്ല. എന്തുകൊണ്ടാ പറ്റിപ്പോയത്? ഈ പറയുന്ന കേസുകളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ല. എല്ലാം പരസ്പര സമ്മതത്തോടെ എന്നല്ലേ പറഞ്ഞത്, അല്ലാതെ ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ സ്ത്രീകളെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയുന്ന പരാതി പറഞ്ഞ റിനി ആൻ ജോർജ് അറിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ എന്താ പറയാ, ഇവരുടെ ഈ സാംസ്കാരിക സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരെ കുറിച്ച് പറഞ്ഞിട്ട് സാഹിത്യ എഴുത്തുകാരിയാണ്.
അവരെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റ് അല്ലെങ്കിൽ ആ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു സ്ത്രീകളെയും അറിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർ ഈ കള്ള പരാതി ഉയർത്തിക്കൊണ്ട് വന്നതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അല്ലെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രായ്ക്ക് രാമാണ് MLA ഓഫീസ് അടച്ചു പൂട്ടിയിട്ട് പാലക്കാട് ഒന്ന് സ്ഥലം വിട്ടത്? തനിക്ക് തെളിയിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് എന്നിരിക്കലും എന്തിനായിരുന്നു അത്രയും കാലം ഒളിച്ചോടി പോയത്? അല്ല, സിമ്പിളാണ്, കാര്യം സിമ്പിളാണ്. തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നില്ല, തെറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ പറയുന്ന LDFിലും ഉണ്ടാകാം, UDFിലും ഉണ്ടാകാം. UDFിൽ പിന്നെ ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇപ്പം ഈ പലരും PK ശശിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. PK ശശി ഇപ്പം അവരുടെ കൂട്ടത്തിൽ കയറിയില്ലേ? ഇപ്പം പിന്നെ ഒറ്റപ്പാലത്ത് UDFിന്റെ സ്ഥാനാർത്ഥിയല്ലേ PK ശശി. മുകേഷിന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല, അത് പോട്ടെ. മുകേഷ് പിന്നെ രാഷ്ട്രീയക്കാരനെ ഇരിക്കുന്ന സമയത്തല്ല പ്രശ്നം ഉണ്ടായത്. അപ്പം ഇവിടെ അതേസമയം ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരുന്നു ഇതൊന്നും നിഷേധിക്കാതിരുന്നത്? എന്തുകൊണ്ടാ വളരെ പെട്ടെന്ന് VD സതീശൻ ഒരു നടപടിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ പെട്ടെന്നല്ലേ VD സതീശൻ വളരെ പെട്ടെന്നല്ലേ ഒരു വന്നിട്ട് പറയുന്ന പിന്നെ അയാളെ പുറത്താക്കി എന്ന് പറയുന്നത്? എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വളരെ പെട്ടെന്ന് രാജിവെക്കുന്നത്? നിയമപരമായി താൻ തെറ്റുകാരനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചതിന് ശേഷം പോരായിരുന്നോ? ഞാൻ തെറ്റുകാരനല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഞാൻ നിയമപരമായി തെളിയിച്ചതിന് ശേഷം പോരെ ഞാൻ രാജിവെക്കുന്നത്? അതിനുമുമ്പ് എന്തിനാ ചാടിക്കയറി രാജിവെച്ചത്? ആരും പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ഒരാളും ആവശ്യപ്പെട്ടില്ല. അത് രാജിവെച്ചതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന VD സതീശൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്തു? ഈ പറയുന്ന സൈബർ അണികൾ ഈ VD സതീശനെ സഹിതം ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതിൽ പിന്നെ സ്വന്തം ഉന്നത നേതാവ് KC വേണുഗോപാലിന്റെ ഭാര്യ ഒരു 2 വരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ രായ്ക്ക് രാമായണം മണിക്കൂറുകൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ അറിയണം. ഇത്രയ്ക്ക് പവർഫുൾ ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് ഇങ്ങനെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറയുമ്പോൾ തെറി വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു സാംസ്കാരിക അധപ്പതനമൊന്നും വിളിക്കുന്നില്ല. കോൺഗ്രസ്സുകാരായാലും ഇങ്ങനെയൊക്കെ തന്നെ എന്നുള്ളൊരു ചിന്താഗതി പൊതുവിലുണ്ട്. പണ്ട് ഈ പറയുന്ന സംഘികൾക്കായിരുന്നു ഈ അസുഖം. ഏതൊരു വീഡിയോ ചെയ്താലും അവർക്ക് വലിയ പ്രശ്നമായിരുന്നു. ഈ സംഘികൾ ഉടനെ വരിക, വീഡിയോയുടെ താഴെ വന്നിട്ട് തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് തെറി പറയുക. ഇതൊക്കെ അവരുടെ ഒരു വിനോദമായിരുന്നു. ഇതിപ്പം ഇവരിലേക്കൂടെ ആ ഒരു ഇത് ബാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സാംസ്കാരികമായ ഒരു മൂല്യച്യുതിയിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായിട്ട് നമുക്കിതിനെ കാണാം.